നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബാങ്ക് റീകൺസിലിയേഷൻ എന്താണെന്നോ അതിൻ്റെ റൂൾ എന്താണെന്നോ നമ്മൾ വ്യക്തമായി പഠിച്ചു. സോ ഇന്നൊരു പ്രോബ്ലം നോക്കുക. അതിനു മുന്നേ ആ ബേസിക് റൂൾ മാത്രം ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണേണ്ടത് ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ്. അപ്പോൾ പാസ്ബുക്കിനെ കൂട്ടുന്ന ട്രാൻസാക്ഷൻസ് ആഡ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ലെസ് ചെയ്യുക, എന്നിട്ട് ആ ആഡ് ചെയ്തതിന് കിട്ടിയ എമൗണ്ട് ഒന്ന് കുറയ്ക്കുന്ന കാര്യങ്ങൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ഫൈനൽ ആൻസറാണ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. അതായത് ക്യാഷ് ബുക്ക് തന്നു കഴിഞ്ഞാൽ പാസ്ബുക്കാണ് നമുക്ക് കാണേണ്ടത്. പാസ്ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുക, പാസ്ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇനി സെക്കൻഡ് വണ്ണ് നമുക്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് തന്നു വിചാരിക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് തന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കാണേണ്ടത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുക, ക്യാഷ് ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ലെസ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി കിട്ടുന്ന ആൻസർ ആയിരിക്കും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഓക്കെ, അങ്ങനെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കും ബാലൻസ് ആസ് പെർ പാസ്ബുക്കും, അതായത് ക്യാഷ് ബുക്ക് തന്നു കഴിഞ്ഞാൽ പാസ്ബുക്കിനെ കാണാനുള്ളത് എടുക്കണം. ഇനി പാസ്ബുക്കാണ് തന്നിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ക്യാഷ് ബുക്കാണ്, ക്യാഷ് ബുക്കിനെ കാണാനുള്ളത് എടുക്കണം. ഇനി അടുത്തത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കാണ് തന്നെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് എടുക്കരുത്. ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് തന്നു കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുക ആൻഡ് ക്യാഷ് ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി കിട്ടുന്നതായിരിക്കും ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്. ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് തന്നു കഴിഞ്ഞാൽ പാസ്ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുക, പാസ്ബുക്കിനെ കുറയ്ക്കുന്ന ട്രാൻസാക്ഷൻസ് ലെസ് ചെയ്യുക, ഫൈനലി കിട്ടുന്ന ആൻസർ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് ആയിരിക്കും. സോ ഇനി നമുക്കൊരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണോ അതോ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണോ, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണോ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് ആണോ തന്നിട്ടുള്ളത് എന്ന് നോക്കണം. എന്നിട്ട് ആ വരി മാറ്റി നിർത്തിയിട്ട് ബാക്കി ട്രാൻസാക്ഷൻസിൽ ഏതാണോ തന്നിട്ടുള്ളത് നോക്കണം. നോർമലി അവിടെ ക്യാഷ് ബുക്കിലാണോ പാസ്ബുക്കിലാണോ മാറ്റം വരുന്നത്, എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൈഡിലൊന്ന് മാർക്ക് ചെയ്യുക. നോക്കാം, നമുക്കൊരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. Prepare bank reconciliation statement as on 31st March 2016. 2016 മാർച്ച് 31st ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇവിടെ തന്നിട്ടുള്ളത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 60,000 ആണ്. അതായത് നമുക്ക് തന്നിട്ടുള്ളത് ക്യാഷ് ബുക്ക് ബാലൻസ് ആണ്, നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് പാസ്ബുക്ക് ബാലൻസ് ആണ്. ഇത്രയും ഇവിടെ വെച്ചിട്ട് ബാക്കി ട്രാൻസാക്ഷനിൽ ക്യാഷ് ബുക്കാണോ പാസ്ബുക്കാണോ നോക്കാതെ നോർമലി അവിടെ എന്ത് മാറ്റമാണോ വരുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഇവിടെ തന്നിട്ടുള്ളത് ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ് ടിൽ ഡേറ്റ് 8,000. അതായത് ഒരു ചെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ ചെക്ക് നമ്മൾ ബാങ്കിൽ എൻകാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. പക്ഷേ ഇത്ര ഡേറ്റ് അതായത് 31st മാർച്ച് വരെ ആയിട്ടും ആ ചെക്ക് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നമ്മൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ്റെ സൈഡിലൊന്ന് മാർക്ക് ചെയ്യുക. നമ്മളിവിടെ ജസ്റ്റ് ക്യാഷ് ബുക്ക് പാസ്ബുക്ക് എന്ന് മാർക്ക് ചെയ്യണു. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കിട്ടിയതായിട്ട് വിചാരിക്കുകയാണ്. എന്നിട്ട് അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ബാങ്ക് അത് എന്നാണോ എൻകാഷ് ചെയ്യുന്നത് അന്നാണ് ആ ബാങ്കിൽ ശരിക്കും എമൗണ്ട് കയറുക. പക്ഷെ നമുക്ക് ചെക്ക് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ എന്ത് വിചാരിക്കണേ, നമുക്ക് ക്യാഷ് കിട്ടി എന്ന് വിചാരിക്കണം. പക്ഷേ 31st മാർച്ച് ആയിട്ട് ആക്ച്വലി ക്യാഷ് കിട്ടിയിട്ടില്ല. അപ്പോൾ ചെക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടി, പാസ്ബുക്കിൽ എമൗണ്ട് കമ്മിയായി. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ടിൽ ദിസ് ഡേറ്റ് 14,000. അതായത് നമ്മൾ ഒരാളുടെ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്തു, നമ്മൾ ഒരാൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്. ആ ടൈമിൽ നമ്മുടെ റെഡി ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അയാൾക്ക് ചെക്കായിട്ട് ഇഷ്യൂ ചെയ്യണം. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യണം നമ്മുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ ക്യാഷ് പോയി. അപ്പോൾ അവിടെ എന്താണ്, ക്യാഷ് പോകുന്നു, അപ്പോൾ ക്യാഷ് ബുക്കിൽ കമ്മിയാവും. പക്ഷേ മാർച്ച് 31st ആയിട്ടും അയാൾ അത് പോയിട്ട് എൻകാഷ് ചെയ്തിട്ടില്ല. അതുവരെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആക്ച്വലി ആ എമൗണ്ട് പോകുന്നില്ല. അതുകൊണ്ട് പാസ്ബുക്കിൽ എമൗണ്ട് കൂടുതലാവും, ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറവാകും. നെക്സ്റ്റ് വൺ, മുരളി വൺ ഓഫ് അവർ കസ്റ്റമർ ഡയറക്ട്ലി റെമിറ്റ് ₹50,000 ഇൻടു അവർ ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ കടത്തിന് സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. അപ്പോൾ അയാൾ ക്യാഷ് തരികയാണ്, പക്ഷേ നമുക്ക് ഡയറക്റ്റ് കയ്യിലല്ല ക്യാഷ് തരുന്നത്. നമുക്ക് തരാനുള്ള ക്യാഷ് അയാൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇടുന്നത്. സോ നമ്മൾ ആ ക്യാഷ് കിട്ടിയത് അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ ആക്ച്വലി ആ എമൗണ്ട് കുറവായിരിക്കും, പാസ്ബുക്കിലാണ് ആ എമൗണ്ട് വരുന്നത്. അപ്പോൾ പാസ്ബുക്കിൽ എമൗണ്ട് കൂടുതലായിരിക്കും.
അടുത്തത് ബാങ്ക് ക്രെഡിറ്റ്, ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. നമ്മൾ ആൾറെഡി കുറച്ച് എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ബാങ്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് തരികയാണ്. ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിന് പോസിറ്റീവാണ്, ഫേവറബിൾ ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ പാസ്ബുക്കിൽ എമൗണ്ട് കൂടും. അതായത് ഡയറക്റ്റ് പാസ്ബുക്കിലേക്കാണ് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്. നമ്മളത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറവായിരിക്കും, പാസ്ബുക്കിൽ എമൗണ്ട് കൂടുതലും. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ബാങ്ക് ഡെബിറ്റ് ബാങ്ക് ചാർജസ് ₹3000. ബാങ്ക് നമ്മുടെ നിന്ന് ഒരു സർട്ടൻ എമൗണ്ട്, അതായത് 3000 രൂപ ബാങ്ക് ചാർജസ് ചാർജ് ചെയ്യണം. അപ്പം നമ്മളത് അറിയുന്നില്ല ബാങ്ക് ചാർജ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പാസ്ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ക്യാഷ് പോവുകയാണ്. പാസ്ബുക്കിലെ എമൗണ്ട് കമ്മിയായിരിക്കും, ക്യാഷ് ബുക്കിലെ എമൗണ്ട് കൂടുതലായിരിക്കും. ഇനി ഇത് വെച്ചിട്ട് പ്രിപ്പയർ എ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുക ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണോ പാസ്ബുക്ക് ആണോ, അതോ ഇനി ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണോ പാസ്ബുക്ക് ആണോ തന്നിട്ടുള്ളതെന്ന് നോക്ക്. ഇവിടെ തന്നിട്ടുള്ളത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ്. എന്നിട്ട് ബാക്കി ട്രാൻസാക്ഷനിൽ എന്താണോ മാറ്റം വരുന്നത് എന്ന് ഇതേപോലെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ആ റൂള് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുക. അതായത് നമുക്ക് തന്നിട്ടുള്ളത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ്, നമ്മൾ കാണേണ്ടത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കണ്ടോ, ആദ്യത്തേൽ പാസ്ബുക്ക് കുറയുന്നു, രണ്ടാമത്തേൽ പാസ്ബുക്ക് കൂടുന്നു, മൂന്നാമത്തേൽ പാസ്ബുക്ക് കൂടുന്നു, നാലാമത്തേലും പാസ്ബുക്ക് കൂടുന്നു, അഞ്ചാമത്തേൽ പാസ്ബുക്ക് കുറയുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ 60,000 എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ കൂടെ തേർഡ് ട്രാൻസാക്ഷനും ഫോർത്ത് ട്രാൻസാക്ഷനും ഫിഫ്ത്ത് ട്രാൻസാക്ഷനും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടും. ആ ബാലൻസിൻ്റെ കൂടെ സെക്കൻഡ് ട്രാൻസാക്ഷനും സിക്സ്ത് ട്രാൻസാക്ഷനും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫൈനൽ എമൗണ്ട് ആയിരിക്കും ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് ഇതേപോലെ എഴുതണം. അതായത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31 മാർച്ച് 2016. ദെൻ ഇങ്ങനെ 3 കോളം വരയ്ക്കുക. ഫസ്റ്റ് കോളം വലുതും ബാക്കി 2 ചെറിയ കോളായിരിക്കും. ഇവിടെ ഫൈനൽ എമൗണ്ട്സ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇവിടെ ആ ടോട്ടൽ ആഡ് ചെയ്യാനുള്ളതൊക്കെ ഇവിടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ₹60,000, അത് അതേപോലെ എടുത്തെഴുതുക. അടുത്തതെന്ന് പറയുന്നത് ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. ഇവിടെ പാസ്ബുക്കിൽ എന്ത് മാറ്റമാണ് വരുന്നത്, പാസ്ബുക്കിൽ കുറയുകയാണ്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ കുറയ്ക്കുകയാണ് വേണ്ടത്. ആദ്യം നമ്മൾ ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്തിട്ട് പിന്നീട് കുറയ്ക്കാനുള്ളത് എഴുതണം വേണ്ടത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ്ലി കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് എഴുതാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ളത് മൊത്തം എഴുതിയിട്ട് പിന്നീട് വേണമെങ്കിൽ ലെസ് ചെയ്യാനുള്ളത് റെക്കോർഡ് ചെയ്താൽ മതി. അത് ചെയ്യായിരിക്കും കൺഫ്യൂഷൻ, അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ടിട്ട് നമുക്ക് ഡൗട്ടാവും. സോ അടുത്തത് ആഡ് ചെയ്യാനുള്ളതാണ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ടിൽ ഡേറ്റ് 14,000. അത് പാസ്ബുക്കിന് ആഡ് ചെയ്യുന്ന കാര്യമാണ്, അത് എഴുതുന്നു. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് 14,000 ആഡ് ചെയ്യാനുള്ള എല്ലാ ട്രാൻസാക്ഷനും ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ഫൈനൽ ഔട്ട്കം ഫൈനൽ ഔട്ടർ കോളത്തിൽ എഴുതുന്നു. അടുത്തത് ആഡ് ചെയ്യാനുള്ളത് പാസ്ബുക്കിനെ കൂട്ടുന്ന കാര്യം എന്ന് പറയുന്നത് വൺ ഓഫ് അവർ കസ്റ്റമർ മുരളി റെമിറ്റ് ₹50,000 ഇൻ ടു അവർ ബാങ്ക് അക്കൗണ്ട്, അത് ആഡ് ചെയ്യാനുള്ളതാണ്, അത് എഴുതുന്നു. മുരളി മേക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് ടു അവർ ബാങ്ക് എന്ന് പറഞ്ഞ് 50,000 കാണിക്കുന്നു. ഇനി അടുത്തത് ആഡ് ചെയ്യാനുള്ള പാസ്ബുക്കിന് ആഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഏതാണെന്ന് നോക്കുക. അടുത്ത ട്രാൻസാക്ഷൻ ബാങ്ക് ക്രെഡിറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് 4,500 ബാങ്കിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ അത് പാസ്ബുക്കിനെ കൂട്ടുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെ പാസ്ബുക്കിനെ കൂട്ടുന്ന കാര്യം ആഡ് ചെയ്യുന്നു. ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് 4,500. ഇനി അടുത്ത ആഡ് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻ നോക്കുക. അടുത്തത് ബാങ്ക് ഡെബിറ്റ് ബാങ്ക് ചാർജസ് ആണ്, അത് പാസ്ബുക്കിനെ കുറയ്ക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആഡ് ചെയ്യാനുള്ളതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 60,000 കൂടെ ആഡ് ചെയ്യണം. അതായത് 14,000 പ്ലസ് 15,000 പ്ലസ് 4,500 ചെയ്ത് കഴിഞ്ഞാൽ 33,500 കിട്ടും. അത് ഈ 60,000 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 93,500 ആണ്. എന്നിട്ട് ഇനി നമ്മൾ പാസ്ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ആദ്യം ഇന്നർ സൈഡിൽ എഴുതണം. സെക്കൻഡ് ട്രാൻസാക്ഷൻ, അതായത് ചെക്ക് പെയ്ഡ് ബട്ട് നോട്ട് കളക്റ്റഡ് 8,000 rupees. ചെക്ക് പെയ്ഡ് ഫോർ കളക്ഷൻ ബട്ട് നോട്ട് കളക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതുക. ഇനി വല്ലത് ലെസ് ചെയ്യാനുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ലാസ്റ്റ് വണ്ണും പാസ്ബുക്കിനെ കുറയ്ക്കുന്ന കാര്യമാണ് ബാങ്ക് ചാർജസ് ഡെബിറ്റ് ബൈ ബാങ്ക്, അതുകൂടി ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുക. ബാങ്ക് ചാർജസ് ഡെബിറ്റ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 3,000 എഴുതുക. ഇനി ഈ 2 കൂടി ആഡ് ചെയ്തിട്ട് 8,000 പ്ലസ് 3,000 ചെയ്ത് കഴിഞ്ഞാൽ 11,000 വരും. ഈ 11,000 ഇതൊന്ന് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ എമൗണ്ട് ആണ്
82,500 അത് നമ്മൾ എഴുതേണ്ടത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ് തന്നിട്ടുള്ളത് നോക്കുക, എന്നിട്ട് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക. അതിനൊക്കെ മുന്നേ ട്രാൻസാക്ഷൻസിൽ ആക്ച്വലി എന്താണോ സിറ്റുവേഷൻ വരുന്നത് അത് ക്യാഷ് ബുക്ക് പാസ്ബുക്ക് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ് ഇപ്പോൾ തന്നിട്ടുള്ളത് എങ്കിൽ ആ പാസ്ബുക്കാണ് നമുക്ക് കാണേണ്ടത്. പാസ്ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ ഫൈനൽ കോളത്തേക്ക് എടുത്തെഴുതുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാസ്ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ലെസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ, അതായത് ലെസ് ചെയ്യാനുള്ള എത്ര ട്രാൻസാക്ഷൻ ഉണ്ടോ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് ഈ ആഡ് ചെയ്ത് കിട്ടിയ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയുന്നത്. താങ്ക് യു.